പുലിയെ പിടിക്കണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്, ആവശ്യപ്പെടുന്നത്. ഞാൻ ഒരു ക്ഷീരകർഷകനാണ്, ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇനിയായാലും നമ്മുടെ ഈ കന്നുകാലികളെല്ലാം ഈ കിടാക്കളെല്ലാം വെളിയിൽ നിൽക്കുകയാണ്. അതിന് നാളെ നമുക്ക് എന്തോ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആട് പിന്നെ പശുവുണ്ട്, കിടാവുണ്ട്, 5-6 ആടുണ്ട്, 5-6 പശുവുണ്ട്. അതുകൊണ്ട് ഫോറസ്റ്റുകാർ സർക്കാർ അതിന് എന്തോന്ന് വെച്ചാൽ അതിനുള്ള സംവിധാനം ചെയ്ത് കിട്ടണമെന്നാണ് നമ്മൾ പറയുന്നത്. ജനവാസ കേന്ദ്രത്തിൽ ഇങ്ങനെ പുലി ഇറങ്ങി ക്ഷീരകർഷകരെയും അല്ലെ ജനങ്ങൾക്ക് വളരെ ഭീതി ഉണ്ടാക്കുന്നത് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഇവിടെ അടുത്തുള്ള കർഷകരും താമസക്കാർക്കൊക്കെ വളരെയധികം ഭീതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ 5 മണിയാകുമ്പം പശുവിനെ കറക്കാൻ കയറി വരുമ്പോഴാണ് ഇതുപോലെ ആട് ഇങ്ങനെ ചത്ത് കിടക്കുന്നത്. അത് പുലിയെ പിടിച്ചതെന്നാണ് ഫോറസ്റ്റുകാരൊക്കെ അവർ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഈ മേഖലകളിൽ ഇങ്ങനെ മൃഗത്തിൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമുക്കിവിടെ സംഭവിച്ചത്. 3 ദിവസത്തേക്ക് മുമ്പ് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ആട്ടുംകുട്ടി അതുപോലെ രാത്രി എടുത്തുകൊണ്ട് പോയി. അത് പുലിയാണെന്ന് അറിയത്തില്ല. കരഞ്ഞപ്പോൾ അവർ ഇറങ്ങി വന്നപ്പോഴത്തേനും അതിനെ കൊണ്ട് മലയിൽ കയറിപ്പോയി. ഞാൻ രാവിലെ ഫോറസ്റ്റുകാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവർ കൂട് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കന്നാലികൾ ബാക്കിയുള്ള എല്ലാം വെളിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു ഭയങ്കര ഭയമാണ്. തന്നെയല്ല നമ്മളിനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ രാത്രി ഇങ്ങോട്ടൊന്ന് കയറി വരാൻ പോലും, കന്നാലി അലച്ചാൽ പോലും കയറി വരാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. ഒരു 50 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് പുലി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളത്. മറ്റ് ആടുകളെയൊക്കെ പലപ്പോഴും കാണാതെ പോയിട്ടുണ്ടെങ്കിലും പുലി ആണെന്നുള്ളതിന് സംശയമായി തെളിയുന്നത് ഇപ്പോഴാണ്. ഇതിന് ഗവൺമെൻറ് തലത്തിൽ നിന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതായത് നമ്മുടെ ഈ പുന്നല ആനകുളം പ്രദേശത്ത് ഇപ്പോൾ കുറേ നാളുകളായി ഈ പുലി ഉണ്ട് എന്ന് ആളുകൾ പറയുന്നതല്ലാതെ മറ്റുള്ളവരെ അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഇന്ന് ജനങ്ങളിൽ മൊത്തം ഒരു പേടിപ്പെടുത്തുന്ന സ്ഥിതിയിലേക്കാണ് ഇന്ന് ഇവിടെ പുന്നല പ്ലാത്തനത്ത് വീട്ടിൽ ജോർജ് കുട്ടിയുടെ ഒരാടിനെ പുലി കടിച്ചു കൊല്ലുകയും കുറേ അതിനെ ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഇവിടെ ഭീതി ജനിച്ചിരിക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ആനകുളം പുന്നല റോഡിലാണ് പുലി ഇറങ്ങിയതായിട്ട് സംശയിക്കുന്നത്. ഒരു ആടിനെ കടിച്ചു കൊന്നതായിട്ട് കണ്ടു. ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചു, ഫോറസ്റ്റുകാരുൾപ്പെടെ വന്നു കണ്ടു. അപ്പോൾ അതൊരു നടപടി എടുക്കണമെന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ ആനകുളം ഭാഗത്ത്, അതായത് പടയനിപ്പാറ അലിമുക്ക് റോഡിലും പുലി ഇറങ്ങിയതായിട്ട് സ്ഥിരീകരിച്ചായിരുന്നു. പക്ഷേ അവർ പറയുന്നത് പിന്നെ ക്യാമറ വെച്ച് ഇത് തെളിഞ്ഞിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാകണം. പാവപ്പെട്ടവരാണ്, അവർ പശുവിനെ ആടിനെയും വളർത്തിയാണ് ജീവിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് എല്ലാവരും അങ്ങനെയാണ് ജീവിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാവണമെന്ന്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോറസ്റ്റുകാരെയും പിന്നെ നമ്മുടെ സ്ഥലം MLAയും മന്ത്രിയുമായ ഗണേഷ് കുമാറിനെയൊക്കെ കേരള കർഷക സംഘം പുന്നല മേഖലാ കമ്മിറ്റി ബന്ധപ്പെടുകയും അതായി അടിയന്തരമായി ഇതിൻ്റെ നടപടിക്ക് വേണ്ടി കൂട് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.